നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ മറ്റൊരു ചാപ്റ്ററിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മുടങ്ങാതെ നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ്സുകൾ മുടങ്ങാതെ ഫോളോ അപ്പ് ചെയ്യുക. പ്രീവിയസ് ക്ലാസ്സുകൾ ഏതെങ്കിലും നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കാണാൻ മറക്കാതിരിക്കുക. ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടൊപ്പമുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക. നമ്മളുടെ പ്രിയപ്പെട്ടവർക്കും ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് റെഫർ ചെയ്യുക. അവർ കാണട്ടെ, അവരറിയട്ടെ, അവർ ഇംഗ്ലീഷ് പഠിക്കാനുള്ള പ്രചോദനം നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. അവർക്ക് ആ രീതിയിലുള്ള ഒരു മനോഭാവം നമുക്ക് അങ്ങ് ഉണർത്തി കൊടുക്കാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവർ ഒന്ന് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ആ ഒരു ആർജവത്തോടു കൂടി അവരെത്തിയിരിക്കും. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഇംഗ്ലീഷ് പഠിക്കാൻ നമുക്ക് ആവശ്യം മനസ്സന്നദ്ധത മാത്രമാണ്. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അയ്യോ എൻ്റെ ഇംഗ്ലീഷ് ശരിയാകുമോ, ഞാൻ ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ശരിയാകുക, ഞാൻ പറയുന്നത് മറ്റുള്ളവർ ഏത് രീതിയിലായിരിക്കും വിലയിരുത്തുന്നത്, അവരെന്നെ കളിയാക്കുമോ, എനിക്ക് അങ്ങനെയുള്ള ധാരാളം സംശയങ്ങൾ എൻ്റെ കേൾവിക്കാരായിട്ടുള്ള ആൾക്കാർക്കും പുതിയതായിട്ടുള്ള ബിഗിനേഴ്സിനൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. ഐ ആം ടെല്ലിങ് യു വൺസ് മോർ, നെവർ എവർ തിങ്ക് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. അവർക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും സാധിക്കും. ജയപരാജയങ്ങൾ, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ജയപരാജയങ്ങൾ ആരാണ് തീരുമാനിക്കുന്നത്? നമ്മളാണ് തീരുമാനിക്കുന്നത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു സ്ഥലത്ത് ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരാളൊരു കച്ചവടം തുടങ്ങുകയാണ്. കച്ചവടക്കാരൻ നമുക്കൊരു പേരിടാം. എന്താണ്? ജോയി കച്ചവടം ചെയ്യാൻ വേണ്ടി ആ കടയിൽ അവിടെ പോയി കച്ചവടം ചെയ്തു. ജോയി അവിടെ ഒരു ചെറിയൊരു കട തുടങ്ങി. സാധനങ്ങളൊക്കെ ജസ്റ്റ് ഹി കളക്ട് ഓൾ ദ തിങ്സ് ഓവർ ദെയർ ആൻഡ് ഹി സ്റ്റാർട്ട് ഹിസ് ഓൺ ഷോപ്പ്. അവൻ്റെ ഓൺ ഷോപ്പ് അവൻ റൺ ചെയ്യിച്ചു തുടങ്ങി. ദെൻ അൺഫോർച്ചുനേറ്റ്ലി വാട്ട് ഹാപ്പൻഡ്, ആരും വരുന്നില്ല, ജോയിയുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നില്ല. ജോയി വളരെ ഡിപ്രസ്ഡായി, വളരെ അപ്സെറ്റായി. ജോയിയോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, ജോയി വാട്ട് ഹാപ്പൻ ടു യുവർ ഷോപ്പ്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ഓൺ വെൽ? ജോയി പറഞ്ഞു, ഡിയർ ഫ്രണ്ട്, നോ, ദാറ്റ് ഈസ് അട്ടർലി ഫ്ലോപ്പ്. ദാറ്റ് ഷോപ്പ് പ്ലേസ് ഈസ്, ഐ തിങ്ക് ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. അത് ശരിയാകുന്നില്ല, ഞാൻ ബിസിനസ് ചെയ്തിട്ട് ശരിയാകുന്നില്ല, ആ ഷോപ്പിന്റെ പ്രശ്നമാണ്. ദാറ്റ് പ്ലേസ് ഓൾസോ നോട്ട് സ്യൂട്ടബിൾ ഫോർ മീ, ദ പീപ്പിൾ ഓൾസോ നോട്ട് ഗുഡ്, ദേ ആർ നോട്ട് കമ്മിങ് ഇൻസൈഡ് മൈ ഷോപ്പ്, ദേ ആർ നോട്ട് ബൈയിങ് എനിത്തിങ്. അതുകൊണ്ട് ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ദ ഷോപ്പ്. അങ്ങനെ ജോയി അങ്ങനെ പറഞ്ഞിട്ട് ജോയി എന്ത് ചെയ്തു? നെക്സ്റ്റ് വീക്ക് ഹി ക്ലോസ് ദ ഷോപ്പ് ആൻഡ് ഹി റൺ അവേ ഫ്രം ദെയർ. ദെൻ ജോയി പോയതിനു ശേഷം ആര് വന്നു? റഹ്മാൻ വന്നു. Then what he did? He start the same thing there, the same grocery shop, and he add something extra over there, and he start his business. Then what happened? നമ്മുടെ എന്താണ് പേര് പറഞ്ഞത്? റഹ്മാനല്ലേ? റഹ്മാൻ ഓൾസോ മൈ ഫ്രണ്ട്. ഞാൻ റഹ്മാനെ കണ്ടു. ഞാൻ ചോദിച്ചു, റഹ്മാൻ, ഹൗ ഈസ് യുവർ ബിസിനസ് ഗോയിങ് ഓൺ? ഇസ് ഇറ്റ് ഗുഡ്? അപ്പോൾ റഹ്മാൻ പറഞ്ഞു, നോട്ട് ബാഡ് ഡിയർ, ഇസ് ഗോയിങ് ഓൺ. People are coming and they are buying something, not that much, but they are coming and they are buying something. At least I am a bit happy because I am planning. Before I was simply sitting at my home. Now I start a business. I am earning little bit. I am thinking about to expand my business. That is the second person. ഓക്കെ, ദെൻ എന്ത് പറ്റി? പിന്നീട് നമ്മുടെ റഹ്മാൻ വിചാരിച്ചത്ര അത്രമാത്രം അങ്ങ് ഇത് ചെയ്യാൻ സാധിച്ചില്ല. ദെൻ റഹ്മാൻ അവിടുന്ന് സ്റ്റോപ്പ് ചെയ്തു. ദെൻ ആഫ്റ്റർവേർഡ്സ് വൺ ഓഫ് മൈ അതർ ഫ്രണ്ട്, ഹിസ് നെയിം ഇസ് ജയൻ അവിടെ വന്നു. ഹി സ്റ്റാർട്ട് ദ ബിസിനസ്. ഓ, ഇറ്റ്സ് വണ്ടർഫുൾ. ദെൻ ഞാൻ നമ്മുടെ ജയനെ കണ്ടപ്പോൾ ചോദിച്ചു, ജയൻ, ഹൗ ഇസ് ദ തിങ്സ് ഗോയിങ് ഓൺ വിത്ത് യു? ഇറ്റ്സ് ഓക്കെ? ആർ യു ലുക്ക് വെരി ഹാപ്പി ആൻഡ് പ്ലസന്റ്? വാട്ട് ഇസ് ദ മാറ്റർ? ഐ ആസ്ക്ഡ് ഹിം. Jane told me, oh my dear friend, I am extremely, I am feeling very happy. Now it is my time. I was waiting long time for this particular occasion. Now my business is growing up. Lot of people are coming in my shop. They are buying so many stuff from my shop. I am very much happy. I am going to start another show. I am going to rent another shop nearby. And I would like to expand my business. ജയൻ ഭയങ്കര ഹാപ്പിയായി. ജയൻ്റെ ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയി. ധാരാളം പൈസ ജയൻ ഏൺ ചെയ്തു. ഈസ് ഓൾവേസ് ഹാപ്പി. സ്റ്റിൽ ഹീസ് ഓവർ there. He's running his own business. The business is going up. He's earning a lot of money. He buy a new car.
അവിടെ എന്താണ് സംഭവിച്ചത്? വാട്ട് ഈസ് ഹാപ്പനിങ് ഓവർ ദെയർ? നിങ്ങളൊന്ന് പറഞ്ഞു. ഈ 3 പേര് സംഭവിച്ചത് ഒരേ സ്ഥലത്ത് ഒരേ കടയിൽ 3 വ്യത്യസ്ത വ്യക്തികൾ ബിസിനസ് ചെയ്തു. ഒരാളുടെ ബിസിനസ് അട്ടേർലി ഫ്ലോപ്പ് ആയിരുന്നു, ഒരാളുടെ ബിസിനസ് അല്പം ഒന്ന് ഡെവലപ്പ് ചെയ്തു, ഒരാളുടെ ബിസിനസ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു. വൈ? അവിടെ എന്താണ് സംഭവിച്ചത്? അത് ബിസിനസിന്റെ കുഴപ്പമായിരുന്നോ? നെവർ എവർ. അവിടെ പ്രോബ്ലം ആരുടേതായിരുന്നു? അത് ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ പ്രശ്നമായിരുന്നു. ഒരാൾ വളരെയേറെ, അയാൾക്ക് ആദ്യം ഒരല്പം ഡൗൺ വന്നപ്പോൾ അയാൾ വളരെ അപ്സെറ്റായി. ആൾക്കാർ വരാതിരുന്നപ്പോൾ അയാൾ വളരെ എന്ത് പറ്റി? അയാൾ എല്ലാ സ്റ്റഫുകളെല്ലാം കുറച്ചു, സാധനങ്ങൾ വാങ്ങി വെക്കുന്നത് കുറച്ചു. എന്തിനാണ് വാങ്ങി വെക്കുന്നത്? ആൾക്കാർ ഷോപ്പിലേക്ക് വരുന്നില്ല. വൈ ഷുഡ് ഹി കളക്ട് മോർ തിങ്സ് ഇൻ ഹിസ് ഷോപ്പ്? That's what he do? He cut off the stuff from his shop. He reduced the things. അപ്പോൾ എന്ത് സംഭവിച്ചു? ആൾക്കാർ ഒട്ടും വരാതെയായി. രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു? അത്യാവശ്യം ഡെവലപ്പ് ചെയ്ത് കട റൺ ചെയ്തപ്പോൾ ആൾക്കാർ വരാൻ തുടങ്ങി. മൂന്നാമത്തെ ആൾ കൂടുതൽ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്, അവിടെ ആളുകളുടേതല്ലായിരുന്നു പ്രശ്നം. മീൻസ് അവരുടെ ബിസിനസ് എല്ലാം എപ്പോഴും സക്സസ് ആണ്, പക്ഷെ ബിസിനസിന്റെ അല്ല, ദ വേ ഓഫ് ദ ട്രീറ്റ് അതായിരുന്നു തെറ്റ്. അപ്പോൾ നമ്മൾക്ക് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ സെയിം ഐ എം ഗോയിങ് ടു ടെൽ യു പീപ്പിൾ, നമ്മളുടെ ഇംഗ്ലീഷിന്റെ പ്രശ്നമോ മറ്റൊന്നും അല്ല, പ്രശ്നം നമ്മളുടേതാണ്. ദ വേ ഓഫ് ലേണിംഗ്, ദ വേ ഓഫ് ലിസണിങ്, ദ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ദ വേ ഓഫ് ഹാർഡ് വർക്ക്. നമ്മൾ ആദ്യം ഒന്ന് പേടിച്ചോടിക്കഴിഞ്ഞ് നമുക്ക് പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റില്ല. നെവർ എവർ. നമ്മൾക്കപ്പോൾ എന്താണ് വേണ്ടത്? നമുക്ക് കോൺഫിഡൻസ് വേണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും യു ഷുഡ് ലേൺ, യു ഹാവ് ടു ലേൺ. ഇംഗ്ലീഷ് പഠിക്കാനുള്ള അദമ്യമായ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് നമ്മൾ എല്ലാ മേഖലകളിലും നമ്മൾ അട്ടേർലി ഫ്ലോപ്പ് ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ഫ്ലോപ്പ് ആകില്ല ഒരിക്കലും. ഐ എം ഗ്യാരണ്ടി വിത്ത് യു. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിരിക്കും. കഴിഞ്ഞ ദിവസം എനിക്കൊരു അച്ചാച്ചൻ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ വളരെയേറെ പ്രായം ചെന്നിയ ആളാണ്, എനിക്ക് ബുദ്ധിയൊന്നുമില്ല, എനിക്ക് പഠിക്കാനുള്ള സംഗതി പഠിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അദ്ദേഹത്തോടാ, അച്ചാച്ചൻ്റെ ഈ ആഗ്രഹം മാത്രം മതി. അച്ചാച്ചന് 65 വയസ്സായിക്കോട്ടെ, 75 വയസ്സായിക്കോട്ടെ, ഞാൻ അച്ചാച്ചനെ യു ക്യാൻ ലേൺ, അച്ചാച്ചനെ ഞാൻ പഠിപ്പിക്കാം ഇംഗ്ലീഷ്. ഞാൻ പറയുന്നത് പോലെ അത് എത്ര വയസ്സായാലും പഠിക്കാനുള്ള മനസ്സന്നദ്ധത ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാമല്ലോ. എന്തുകൊണ്ട് പഠിച്ചുകൂടാ? When someone is complaining, just I am talking too much in Malayalam. Obviously, okay, I should speak in Malayalam because we are beginners. Most of the people are beginners. അവർ പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവരോട് ഞാൻ ടോട്ടലി അങ്ങ് ഇംഗ്ലീഷിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ how they will understand what I am saying? No. So in between, I will speak in English, I will speak in Malayalam, I will explain some stories like this. Then only our learning session is like that only. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്താണ്? നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഞാൻ പറയാൻ പോകുന്നത് ഈസ് ആൻഡ് വാസ്. നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ കണ്ടമാന സ്ഥലത്തൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ ഈസ് ഒത്തിരി പ്രയോഗിക്കുന്നുണ്ട്, വാസ് ഒത്തിരി പ്രയോഗിക്കുന്നുണ്ട് അല്ലേ? ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? IS. ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എന്ന് പറഞ്ഞാൽ ആണ്. ദിസ് ഈസ് എ പെൻസിൽ. ഇതൊരു പെൻസിലാണ്. ദിസ് ഈസ് എ പെൻ. ഇതൊരു പേനയാണ്. ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ദിസ് ഈസ് ഗ്രീൻ ലീഫ്. ഇത് പച്ചയിലയാണ്. വാട്ട് കളർ ഈസ് ദിസ്? ഏത് കളറാണ്? ദിസ് ഈസ് ഗ്രീൻ. അപ്പോൾ നമ്മൾ ആണ് എന്ന് ഉപയോഗിക്കാനായിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഈസ് ആണ് ഉപയോഗിക്കുന്നത്. ഈസിന്റെ പാസ്റ്റ് ആണ് എന്ത്? വാസ്. വാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആയിരുന്നു എന്ന്. രാജൻ വാസ് മൈ ഫ്രണ്ട്. രാജൻ എൻ്റെ കൂട്ടുകാരൻ ആയിരുന്നു. ഈസ് ആണ്, വാസ് ആയിരുന്നു. ഇറ്റ് വാസ് റെയിനിങ്. അവിടെ മഴയായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം ഈസ് ആണ്, വാസ് ആയിരുന്നു. കഴിഞ്ഞ കാലത്തെ, ഭൂതകാലത്തെ പറയാനാണ് നമ്മൾ വാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈസ് മനസ്സിലായി, വാസ് മനസ്സിലായി. ഈസ് ആണ്, വാസ് ആയിരുന്നു. മനസ്സിലായില്ലേ? നമുക്ക് ഇനി ഇത് ഈസ് ചേർത്ത് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. അതിനോട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇറ്റ് എന്നുള്ള സംഗതി നമ്മൾ പറയുന്നത്. ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പെൻസിൽ. ഇത് ഒരു പെൻസിലാണ്. ഇറ്റ് ഈസ് എ പെൻസിൽ.
ഇറ്റ് എന്ന് പറയുന്നതിൻ്റെ കൂടെ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഹെൽപ്പിംഗ് വെർബായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? ഇറ്റിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും നമ്മൾ പ്രയോഗിക്കുന്ന ഏതാണ്? ഈസ് മാത്രമേ പ്രയോഗിക്കാവുള്ളൂ. ഇറ്റിൻ്റെ കൂടെ ഈസ് മാത്രമാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എ പെൻ. ഇത് വെച്ച് നമ്മളിതൊരു ചോദ്യം, ഇറ്റ് ഈസ് എ പെൻസിൽ. അപ്പോൾ നമുക്ക് ഇതിനെ ചോദ്യമാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ചെറിയ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരെ തിരിച്ചിട്ടേ ഈസ് ഇറ്റ് എ പെൻസിൽ? ഇതൊരു പെൻസിലാണോ? ഇതൊരു പെൻസിലാണോ? ഈസ് ഇറ്റ് റിയൽ? ഇത് റിയൽ ആണോ? ഇത് ഉള്ളതാണോ? ഈസ് ഇറ്റ് ഫാർ? ഈസ് ഇറ്റ് ഫാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദൂരെയാണോ? മനസ്സിലായില്ലേ ഏതാണ്? അപ്പോൾ നമ്മൾ ഈസിൻ്റെ കൂടെ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഈസ് ഇറ്റ് യുവർ പെൻസിൽ? ഇത് നിന്റെ പെൻസിലാണോ? ഈസ് ഇറ്റ് റിയൽ? ഇത് റിയൽ ആയിട്ടുള്ളതാണോ? ഈസ് ഇറ്റ് ഫാർ? ഇത് ശരിയായിട്ടും ദൂരെയാണോ? ഈസ് ഇറ്റ് റെയിനിങ്? മഴ പെയ്യുന്നുണ്ടോ? മഴ പെയ്യുകയാണോ? മനസ്സിലായില്ലേ? ഇത് നമുക്ക് ഈസ് വെച്ച് നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കിയതാണ്. വളരെ സിമ്പിളായിട്ടല്ലേ ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ഈസിൻ്റെ ഉള്ള കൂടെ നമ്മൾ വാസ് ചേർക്കുകയാണ്. വാസ് ഇറ്റ് റെയിനിങ്? മഴ പെയ്യുകയായിരുന്നു. ഈസ് ഇറ്റ് റെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ പെയ്യുകയാണോ? വാസ് ഇറ്റ് റെയിനിങ്? മഴ പെയ്യുകയായിരുന്നു. വാസ് ഇറ്റ് യുവർ പെൻസിൽ? ഇത് നിന്റെ പെൻസിലായിരുന്നോ? വാസ് ഇറ്റ് വർക്കിംഗ്? വാസ് ഇറ്റ് വർക്കിംഗ്? വാസ് ഇറ്റ് ഫാർ? ഈസ് ഇറ്റ് ഫാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ദൂരെയാണോ? വാസ് ഇറ്റ് ഫാർ? ദൂരെ ആയിരുന്നോ? മനസ്സിലായല്ലേ? ഈസും വാസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലേ? ഈസാണ്, വാസായിരുന്നു. ഈസിൻ്റെ കൂടെ നമ്മൾ ഇറ്റിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും എന്താണ് പ്രയോഗിക്കുന്നത്? ഈസാണ് പ്രയോഗിക്കുന്നത്. അത് നേരെ ഇപ്പൊ ഇറ്റ് ഈസ് എന്നുള്ളത് തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേനും എന്താണ്? ഈസ് ഇറ്റ് ആണ്. ഇറ്റ് ഈസ് എ പെൻ? ഇതൊരു പേനയാണ്. ഈസ് ഇറ്റ് എ പെൻ? ഇതൊരു പേനയാണോ? മനസ്സിലായല്ലേ? ഇതിങ്ങനെ നമുക്ക് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചോദിക്കാമല്ലോ. ഫോർ എക്സാമ്പിൾ എന്താ ഓക്കെ, ഇറ്റ് ഈസ് എ മാസ്ക്. ഇത് ഇവിടെ കണ്ടൊരു മാസ്ക് കേട്ടോ. ഇറ്റ് ഈസ് എ മാസ്ക്. ഇതൊരു മാസ്ക് ആണ്. ഈസ് ഇറ്റ് എ മാസ്ക്? ഇതൊരു മാസ്ക് ആണോ? മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ നമുക്ക് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ സെൽഫായിട്ടൊന്ന് ഡെവലപ്പ് ചെയ്യുക. ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേനും. അപ്പോൾ വാസ് വെച്ചിട്ട് ചോദിക്കുവാണെങ്കിൽ എന്താണ്? വാസ് ഇറ്റ് യുവർ പെൻ? അത് നിന്റെ പേന ആയിരുന്നോ? വാസ് ആകുമ്പോൾ ആയിരുന്നോ എന്നുള്ളത്. ഇനി നമുക്ക് ഹീ വെച്ചുള്ളത്. ഹീ വെച്ച് നമ്മൾ പ്രയോഗിക്കുമ്പോൾ എന്താണ്? ഹീ ഈസ് എ ബോയ്. He is an engineer. He is a teacher. He is from Mumbai. എന്താണ്? He is a boy. അവനൊരു ആൺകുട്ടിയാണ്. He is a teacher. അവനൊരു ടീച്ചറാണ്. He is from Mumbai. അവൻ മുംബൈയിൽ നിന്നാണ്. ഹീയുടെ കൂടെ നമ്മൾ ചേർക്കുമ്പോൾ എപ്പോഴും എന്താണ്? ഈസ് ആണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അത് നമ്മളൊന്ന് നേരെ ചോദിക്കാം. He is working എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവൻ ജോലി ചെയ്യുകയാണോ എന്നെങ്ങനെയാ ചോദിക്കുന്നത്? ആരാ അവിടെ നിന്ന് പറഞ്ഞത്? അനിൽ പറഞ്ഞേ. അനീഷ് പറയൂ. അനീഷ് അവിടെ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ. പറഞ്ഞ അനീഷ് കേൾക്കുന്നില്ല. അനീഷ് പറയൂ, എങ്ങനെ ചോദിക്കുന്നത് അനീഷ്? ഹി ഈസ് വർക്കിംഗ് എന്ന് നമ്മൾ ചോദ്യമാക്കിക്കേ. ഈസ് ഹി വർക്കിംഗ്? അവൻ ജോലി ചെയ്യുകയാണോ? ഹി ഈസ് മാരീഡ്. അവൻ വിവാഹിതനാണ്. ചോദ്യവാക്കിക്കേ. ഈസ് ഹി മാരീഡ്? അവൻ വിവാഹിതനാണോ? ഹി ഈസ് ഫ്രം പൂനെ. അവൻ പൂനെയിൽ നിന്നാണ്. ചോദ്യവാക്കിക്കേ. ഈസ് ഹി ഫ്രം പൂനെ?
അവൻ പൂനെയിൽ നിന്നാണോ? മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ ഹി ഈസ് വെച്ചിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാൻ എത്ര സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹി ഈസ് ഫ്രം കാലിക്കറ്റ്, അവൻ കോഴിക്കോട് നിന്നാണ്. ഈസ് ഫ്രം കാലിക്കറ്റ്. അത് നേരെ അത്തരത്തിലാക്കുമ്പോൾ അത് എന്തായി? നമ്മളുടെ ഈസ് ചേർത്തുള്ള നമ്മുടെ ഒരു ചോദ്യമായി. ഇത് വളരെ സിമ്പിളാണ്, വളരെ ലളിതമായിട്ടാണ്, എല്ലാവർക്കും വളരെ ലളിതമായി മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ഞാൻ ഇത് പറഞ്ഞത്. ഈസ് വെച്ച് നമ്മൾ ചോദ്യം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു. ഈസ് എന്ന് വെച്ചാൽ ആണ് എന്നുള്ളതാണ്. ചോദ്യത്തിലേക്ക് ആകുമ്പോൾ ആണോ എന്നാകും. വാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആയിരുന്നു. ചോദ്യത്തിലേക്ക് ആക്കുമ്പോൾ നമുക്ക് വാസ് വെച്ച് ചോദിക്കാം, ആയിരുന്നോ? അങ്ങനെ ചോദിക്കുന്നത്. രാജൻ ഈസ് മൈ ഫ്രണ്ട്. രാജൻ എൻ്റെ കൂട്ടുകാരനാണ്. വാസ് ഹി യുവർ ഫ്രണ്ട്? അവൻ നിന്റെ കൂട്ടുകാരനായിരുന്നോ? വാസ് ഹി യുവർ ഫ്രണ്ട്? അവൻ നിന്റെ കൂട്ടുകാരനായിരുന്നു. ഹി ഈസ് വർക്കിംഗ്. അവൻ ജോലി ചെയ്യുകയാണ്. വാസ് ഹി വർക്കിംഗ്? അവൻ ജോലി ചെയ്യുകയായിരുന്നോ? ഹി ഈസ് മാരീഡ്. അവൻ വിവാഹിതനാണ്. ഈസ് ഹി മാരീഡ്? അവൻ വിവാഹിതനാണോ? വാസ് ഹി മാരീഡ്? അവൻ വിവാഹിതനായിരുന്നോ? ഹി ഈസ് രാജൻ. അവൻ രാജനാണ്. ഹി ഈസ് എ സിംഗർ. അവനൊരു പാട്ടുകാരനാണ്. ഈസ് ഹി എ സിംഗർ? അവനൊരു പാട്ടുകാരനാണോ? വാസ് ഹി എ സിംഗർ? അവനൊരു പാട്ടുകാരനായിരുന്നോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ പഠിച്ചു ഈസ് എന്ന് പറഞ്ഞാൽ ആണ്, വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു. ഈസിന്റെ പാസ്റ്റ് ആണ് എന്ത്? വാസ്. ദിസ് ഈസ് എ പെൻ, ദിസ് ഈസ് എ പെൻസിൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പെൻസിൽ. ഇതൊരു പെൻസിലാണ്. ഈസ് ഇറ്റ് എ പെൻസിൽ? ഇതൊരു പെൻസിലാണോ? വാസ് ഇറ്റ് യുവർ പെൻസിൽ? ഇത് നിന്റെ പെൻസിലായിരുന്നു. ഇപ്പോൾ ഒരാൾ അവിടെ ഇരിക്കുവാണ്, ആര്? ടോമി അവിടെ ഇരിക്കുവാണ്. അപ്പം ഞാൻ ടോമി ചോദിക്കണം, വാസ് ഇറ്റ് യുവർ പെൻസിൽ? അത് നിന്റെ പെൻസിലായിരുന്നോ? ഹി ഈസ് വർക്കിംഗ്. അവൻ ജോലി ചെയ്യുകയാണ്. ഈസ് ഹി വർക്കിംഗ്? അവൻ ജോലി ചെയ്യുകയാണോ? വാസ് ഹി വർക്കിംഗ്? അവൻ ജോലി ചെയ്യുകയായിരുന്നോ? നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ കുറേ ഭാവങ്ങളൊക്കെ നമ്മുടെ മുഖത്ത് വരുത്തണം. നമ്മളൊരു ചോദ്യം ചോദിക്കുന്നതിന് വാസ് ഹി വർക്കിംഗ്, അങ്ങനെയാണ് ചോദിക്കുന്നത്. വാസ് ഹി വർക്കിംഗ്? ഞാൻ മുൻപ് പറയും, നമ്മൾ എക്സ്പ്രഷൻസ് എന്നുള്ള കാര്യത്തിന് ഭാഷയിൽ വലിയ പ്രാധാന്യമുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ എത്ര പൊട്ടത്തിൻ്റെ പറഞ്ഞാലും നമ്മുടെ എക്സ്പ്രഷനിൽ നിന്ന് നമ്മളെ ശ്രവിക്കുന്നയാൾക്ക്, നമ്മളെ കേൾക്കുന്നയാൾക്ക്, അല്ലെങ്കിൽ നമ്മളെ കാണുന്നയാൾക്ക് he should realize what we are asking, അല്ലെങ്കിൽ what we are discussing, what we are talking. So always keep the right expression in your eyes and face when you talk to somebody. That's one thing. Second thing, when you speak to somebody, when you talk to somebody, always keep an eye contact. He should give a confidence to you at the meantime the other person. നമ്മൾ എപ്പോഴും ഒരാളോട് സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി സംസാരിക്കുക, തൻ്റെ അടുത്തോടെ സംസാരിക്കുക, ഉറച്ച് സംസാരിക്കുക, ഉറപ്പിച്ച് സംസാരിക്കുക. എത്ര തെറ്റായിക്കോട്ടെ, എത്ര റോങ് ആയിക്കോട്ടെ, ബട്ട് വി ആർ റൈറ്റ്. ദാറ്റ് ഈസ് ദ റൈറ്റ് വേ ഓഫ് ടോക്കിംഗ്. നമ്മൾക്ക് പറയാനുള്ള കാര്യം ആത്മധൈര്യത്തോടു കൂടി, ആർജവത്തോടു കൂടി, കോൺഫിഡൻസോടു കൂടി പറയുക. നമ്മൾ പറയും ഇത് ആപ്പിൾ അല്ല, ഇത് മാങ്ങയാണ്, ഇത് നമ്മൾ പറയുകയാണ്. ഒരാളോട് നോക്കിയിട്ട് നോ, ദിസ് ഇസ് നോട്ട് ആൻ ആപ്പിൾ, ദിസ് ഇസ് എ മാംഗോ. ഐ ആം ടെല്ലിങ് ദിസ് ഇസ് എ മാംഗോ. നീ ഇത് മാംഗോ ആണോ എന്നൊരു സംശയം നമ്മൾ അവരെ ജനിപ്പിക്കണം. ദാറ്റ് ഈസ് ദ വേ ഓഫ് ടോക്കിംഗ്.
അങ്ങനെ മീൻസ് ഞാൻ പറഞ്ഞ നമുക്ക് സംസാരിക്കാൻ, നമുക്ക് പറയാനുള്ള, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ആർജവം നമ്മൾ കാണിക്കണം. അത് ഭാഷയിൽ എസ്പെഷ്യലി നമ്മൾ എന്ത് ഭാഷ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, വാട്ട് എവർ യു കമ്മ്യൂണിക്കേറ്റ്, അപ്പോൾ അങ്ങനെ പ്രയോഗിക്കാൻ ശ്രമിക്കണം. നോക്കുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പോടുകൂടി കണ്ണിൽ നോക്കി നമ്മൾ എക്സ്പ്രസീവായിട്ട് സംസാരിക്കുക. അപ്പോൾ മറ്റുള്ളവർ സംസാരിക്കുന്ന വാട്ട് എവർ ഇറ്റ് ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്. ബട്ട് ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് ശ്രമിക്കുന്ന ആൾക്കാർ നമ്മൾക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവണം. ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ക്ലാസ് ശ്രമിക്കുന്ന എല്ലാവരും ആ മോഡിലെ സംസാരിക്കാൻ പാടുള്ളൂ. ആ ഡെവലപ്മെന്റ് ഡെയിലി ലൈഫിൽ നമ്മൾ വെറുതെ ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ പോരാ. അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, ഡെയിലി ലൈഫിൽ നമുക്ക് അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ. ദാറ്റ് ഈസ് യു ഷുഡ് ലേൺ. അതാണ് നമ്മുടെ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിനെ മറ്റുള്ള ചാനലുകളെ, മറ്റുള്ള പാഠ്യ പദ്ധതിയുമായിട്ട് നമ്മളെ വേറിട്ട് നിർത്തുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ടുഡേ. ഹാവ് എ വണ്ടർഫുൾ ഡേ ഫോർ ഓൾ മൈ സ്റ്റുഡൻസ്, ഓൾ മൈ ലിസണേഴ്സ്. എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുക. Whenever you have time, always listen English, speak English, watch English. My English is, I am proud about my English. എൻ്റെ ഇംഗ്ലീഷിൽ ഞാൻ അഭിമാനിക്കുന്നു. അത് എത്ര തെറ്റായിക്കോട്ടെ, ഞാൻ പഠിക്കുകയാണ്. ഐ എം എ ബിഗിനർ, ഐ എം ലേണിംഗ് ഇംഗ്ലീഷ്. ആ ഒരു മനോഭാവം എല്ലാവരും മനസ്സിലാക്കി വെക്കുക, മനസ്സിരുത്തി പഠിക്കുക. നമുക്ക് എത്രയും വേഗം we will speak in English very fluently. That's sure, 101%. Okay, so have a great time for everybody. Thank you. Thanks a lot.